ഡൽഹിയിൽ കുടിയേറിയ റോഹിംഗ്യകളെയും ബംഗ്ലാദേശി കുടിയേറ്റക്കാരെയും നാടുകടത്താൻ തീരുമാനമായി. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. ഗൗതമനന്ദ നാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, നമുക്കറിയാം ഒരുപാട് നാളുകളായി നടക്കുന്ന ചർച്ചകളുടെ ഭാഗം അല്ലെങ്കിൽ റോഹിംഗ്യകളെയും ബംഗ്ലാദേശി കുടിയേറ്റക്കാരെയും നാടുകടത്താൻ അന്തിമ തീരുമാനമായിരിക്കുകയാണ്. മറ്റ് എന്തൊക്കെ പ്രധാന തീരുമാനങ്ങളാണ് ചർച്ചയിലെടുത്തത്? ദേവിക, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ചൊരു തീരുമാനമായത്. അതായത് ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ റോഹിംഗ്യകൾ താമസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ നിന്നും അസാം വഴിയും അതോടൊപ്പം പശ്ചിമ ബംഗാൾ, ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങളിലൂടെ വർഷങ്ങൾക്ക് മുൻപ് കുടിയേറിയ അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ബംഗ്ലാദേശികളും രാജ്യതലസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി കഴിയുന്നുണ്ട്. ഇവരെ പൂർണ്ണമായി തന്നെ ഇവിടെ നിന്നും തിരിച്ചയക്കും, അവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കും എന്നതാണ് ഡൽഹി സർക്കാരിൻ്റെ നയം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു റോഹിംഗ്യക്കാരെയും ബംഗ്ലാദേശികളെയും തിരികെ അയക്കും എന്നുള്ളത്. കാരണം ഇവർ ഉയർത്തുന്ന ആഭ്യന്തര ഭീഷണിയാണ് ഏറ്റവും വലിയ പ്രശ്നം. റോഹിംഗ്യകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ ഇതര മതവിഭാഗങ്ങളെ ആക്രമിക്കുക, രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നത് പലയിടത്തായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ മ്യാൻമാർ പോലുള്ള രാജ്യങ്ങളിലൊക്കെ റോഹിംഗ്യകളെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമ്മൾ ചരിത്രത്തിലൂടെ പഠിച്ചിട്ടുള്ളതാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റവും സാമൂഹികവും മതപരവുമായ പ്രശ്നങ്ങൾ പല സംസ്ഥാനങ്ങളിൽ സൃഷ്ടിക്കുകയാണ്. അത് ഡൽഹിയിലും അത്തരം പ്രശ്നങ്ങൾ അവർ രൂപപ്പെടുത്തുന്നു. അടുത്ത കാലത്ത് ഡൽഹി പോലീസ് ഈ ബംഗ്ലാദേശികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും റോഹിംഗ്യകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും ഒരു റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡിലൂടെ മനസ്സിലായത് ഇങ്ങനെ അനധികൃതമായി നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്ന ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പ് കാർഡും അതോടൊപ്പം തന്നെ വ്യാജ ആധാർ കാർഡും ഒക്കെ നിർമ്മിച്ച് നൽകുന്ന ചില ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ അമിത്ഷായും അതോടൊപ്പം തന്നെ രേഖ ഗുപ്തയും തമ്മിൽ നടന്ന ചർച്ചയിൽ ഏറ്റവും പ്രധാനമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം, ഇവരെ നാട് കടത്തുന്നതിനൊപ്പം ഇങ്ങനെ അനധികൃതമായി എത്തുന്നവർക്ക് തെരഞ്ഞെടുപ്പ് ID കാർഡും വോട്ടർ ID കാർഡും അതോടൊപ്പം തന്നെ ഈ ആധാറും വ്യാജ ആധാറും ഒക്കെ നിർമ്മിച്ച് നൽകുന്നവർക്കെതിരെ കടുത്ത ശിക്ഷ നൽകുന്ന നിയമം കൂടി കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ബംഗ്ലാദേശികളെയും റോഹിംഗ്യക്കാരെയും അധികം വൈകാതെ തന്നെ ഡൽഹിയിൽ നിന്നും തിരികെ ബംഗ്ലാദേശിലേക്ക് അയക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. അതിപ്പോൾ വളരെ വേഗത്തിൽ രാജ്യതലസ്ഥാനത്ത് നടപ്പാക്കാനാണ് BJP സർക്കാർ ശ്രമിക്കുന്നത്. ദേവിക, ഗൗതം, ഇവരെ കണ്ടെത്തുക അല്ലെങ്കിൽ നാട് കടത്തുക എന്ന് പറയുമ്പോൾ ഇനിയുള്ള തുടർ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എപ്പോഴായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികൾ ആരംഭിക്കുക? ദേവിക, കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ഇതിന് തുടക്കം കുറിച്ചിരുന്നു, നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ ഡൽഹി പോലീസ് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ പലതവണ ബംഗ്ലാദേശികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. ആ പരിശോധനയിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്തത് പ്രധാനമായും ഇവർക്ക് ഇവിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന, നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ID കാർഡുകൾ വ്യാജമായി നിർമ്മിച്ച് നൽകുക, സിമ്മുകൾ നൽകുക, അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾ അനധികൃതമായി ഒപ്പിച്ച് നൽകുക. ഇതൊരു ഏജൻസിയാണ്. ഈ ഏജൻസി മുഖാന്തരമാണ് ഇവർ ഈ ആസാം വഴിയും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ വഴിയും ഒക്കെ അതിർത്തികളിലൂടെ കടന്ന് വർഷങ്ങൾക്ക് മുൻപ്, ഇപ്പോഴത്തരം നുഴഞ്ഞുകയറ്റങ്ങൾ വലിയ തോതിൽ തടയാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിർത്തികളെല്ലാം സീൽ ചെയ്യുകയും അവിടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കനത്ത സുരക്ഷയും ഒക്കെ ഉണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് NDA സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാർ ദേശീയ തലത്തിൽ അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല. ബംഗ്ലാദേശിൽ നിന്നും കൂട്ടത്തോടെ ഇവിടേക്ക് കുടിയേറാൻ കഴിയുന്ന രീതിയിലുള്ള സാഹചര്യം കോൺഗ്രസിൻ്റെ ഭരണകൂടം നൽകിയിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അന്ന് കേന്ദ്രത്തിലെ UPA ഗവൺമെൻറ് ആണെങ്കിലും അസോമും പശ്ചിമ ബംഗാളും ഒക്കെ ഭരിച്ചിരുന്ന സർക്കാരുകളാണെങ്കിലും തരുൺ ഗൊഗോയിയുടെയൊക്കെ സർക്കാരിൻ്റെ കാലത്ത് വലിയ തോതിൽ അനധികൃത കുടിയേറ്റത്തെ ഈ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാർ അതുതന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കുടിയേറ്റക്കാർ ഡൽഹിയിൽ ഉൾപ്പെടെ എത്തുമ്പോൾ അവർക്ക് ഇവിടെ താമസിക്കുവാനും ഈ വ്യാജ കാർഡുകൾ നിർമ്മിച്ച് നൽകുവാനുള്ള ഏജൻസികളുണ്ട്. അതിൻ്റെ പൂർണ്ണമായുള്ള ഉന്മൂലനമാണ്. അത്തരം ഏജൻസികൾക്കെതിരെ കടുത്ത നടപടി ഇതിനകം തന്നെ സർക്കാർ എടുത്തു കഴിഞ്ഞു. നിരവധി പേരെ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഈ വന്ന് ഇവിടെ അനധികൃതമായി നിൽക്കുന്ന റോഹിംഗ്യക്കാരെ കൂടി തിരിച്ച് ഇവിടെ നിന്ന് അയക്കണം, അതല്ലെങ്കിൽ ആഭ്യന്തര ഭീഷണിയായത് മാറുമെന്നത് IB ഉൾപ്പെടെ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നടപടികളിലേക്ക് ഡൽഹി സർക്കാരും കേന്ദ്ര സർക്കാരും കടന്നിരിക്കുന്നത്. ശരി ഗൗതം.